മുസ്ലിം ലീഗിന്റെ മതേതര നിലപാടൊക്കെ ഇപ്പോ എങ്ങോട്ട് പോയി? ഇപ്പൊ പിണറായി പറയുന്നത് പോലെ കടക്കുപുറത്ത് നയമാണ് മുസ്ലിം ലീഗിന്റേത്. അതായത് അധികാരമാണ് പ്രധാന ലക്ഷ്യം. അതിനായി ആരുമായും കൂട്ടുപിടിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പുകൾ SDPIയുടെ സഹായം സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ലീഗ് തുറന്നു പറഞ്ഞത്. അതായത് അധികാരത്തിന്റെ അപകർഷണങ്ങൾ ഇല്ലാത്തവന് വിലയില്ല എന്ന തിരിച്ചറിവോടെയാണ് മതേതരത്തെ മുസ്ലിം ലീഗ് പുറത്തു നിർത്തിയത്. എന്തായാലും ഈ സമയത്താണ് അൻവറിന്റെ അഭയം തേടിയുള്ള തെണ്ടിത്തിരിയലിന് ഒരു അവസാനം വന്നിരിക്കുന്നു. പിണറായിയുടെ അറസ്റ്റ് സത്യത്തിൽ അൻവറിന് ലോട്ടറി അടിച്ചതുപോലെ, അതായത് പൊട്ടന് ലോട്ടറി അടിച്ചതുപോലെ. അൻവർ പ്രതീക്ഷിച്ചു നടന്നത് ലീഗിന്റെ തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും എല്ലാം അവസാനിച്ചു. ഇനി നുമ്മ സ്വന്തം ആളെന്ന അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. UDF പ്രവേശനം സംബന്ധിച്ച ചർച്ചകൾ പാണക്കാട് നിന്ന് ആരംഭിക്കാനാണ് PV അൻവറിന്റെ നീക്കം. സാദിഖ് ശിഹാബ് തങ്ങളുടെ വീട്ടിലാണ് PV അൻവർ MLA എത്തിയത്. എന്നാൽ അൻവർ ഒന്ന് ചായ കുടിക്കാൻ വന്നതെന്നാണ് തങ്ങൾക്ക് പറയാനുള്ളത്. UDFിലേക്ക് എന്ന വാദത്തിന് മുന്നണി വിശദമായ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിക്കുമെന്നത്രേ. വനനിയമത്തിന്റെ ബുദ്ധിമുട്ട് നിരവധി ഇടങ്ങളിലുണ്ടെന്നും പുതിയ വനനിയമ ഭേദഗതി സർക്കാർ പുനഃപരിശോധിക്കേണ്ടതുണ്ടെന്നും UDF അധികാരത്തിൽ വരണമെന്നാണ് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്നാണ്. എന്നാൽ എന്തുകൊണ്ടാണ് എന്നറിയില്ല. തകർന്നടിയുന്ന കോൺഗ്രസ് ഭരണത്തിൽ വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് മനസ്സിലാവുന്നില്ല. മുന്നോട്ടുള്ള പോരാട്ടങ്ങൾക്ക് പിന്തുണ തേടിയ എത്തിയതെന്നാണ് അൻവറിന് പറയാനുള്ളത്. UDFുമായി സഹകരിക്കാൻ താല്പര്യമുണ്ടെന്നും ആവർത്തിക്കുകയാണ്. അതേസമയം അൻവർ ഒരു വായ്പോയ കോടാലിയ, അതായത് വാർത്തയിൽ ഒരു ഇടം കിട്ടാനായി എന്തും വിളിച്ചു കൂകും. അതായത് PC ജോർജ് പറയുന്ന പോലെ. പക്ഷെ PC ഒരു വായ്പോയി കോടാലിയല്ല, നല്ല മൂർച്ചയുള്ള കോടാലിയാണ്. അത് വാ തുറന്നാൽ തുറന്നതായിരിക്കും. എന്നാൽ അൻവർ വാ പൊളിച്ചാലേ ബെഡായുടെ ഘോഷയാത്രയാണ്. ജാതിമത ഭേദമന്യേ ജനങ്ങളെ സഹായിക്കുന്നവരാണ് പാണക്കാടുള്ളതെന്നും മലയോര മേഖലയിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കെതിരെ പോരാടാൻ അദ്ദേഹം പിന്തുണ അറിയിച്ചിട്ടുണ്ടെന്നും UDFുമായി ബന്ധപ്പെട്ട ഒരു കാര്യവും ചർച്ചയായിട്ടില്ല പോലും. പ്രതിപക്ഷ നേതാവുമായി മറ്റു കോൺഗ്രസ് നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വരുന്ന തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയനെ അധികാരത്തിൽ നിന്നും പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നാണ് PV അൻവർ പറയുന്നത്. നിലമ്പൂരിൽ ഫോറസ്റ്റ് ഓഫീസ് തകർത്ത കേസിൽ കഴിഞ്ഞ ദിവസമാണ് PV അൻവറിന് കോടതി ജാമ്യം അനുവദിച്ചത്. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. 50,000 രൂപ വീതവും 2 ആൾജാമ്യവും ഒന്നിടവിട്ട ബുധനാഴ്ചകൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. പൊതുമുതൽ നശിപ്പിച്ചതിന് 35,000 രൂപ കെട്ടിവെക്കണം. ആവശ്യപ്പെട്ടാൽ ചോദ്യം ചെയ്യാൻ ഹാജരാകണം. ഇനി എന്താണ് അൻവറിന്റെ മുന്നോട്ടുള്ള യാത്രയെന്ന് നമുക്ക് കാണാം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.